ചില രീതിയിലുള്ള സാമൂഹിക മാറ്റവും സാമൂഹിക ഉന്നമനവുമൊക്കെ ഒരു ഷോയിലൂടെ സാധ്യമാകുന്നു എന്നത് അത്ര നിസ്സാരകരമായ ഒരു കാര്യമല്ല അല്ലേ. സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാകാൻ ഒരു ഷോയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്രമേൽ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നലത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് അത്രമേൽ നമ്മയൊക്കെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചില വ്യക്തികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും, എന്നാൽ വിവരം എന്ന് പറയുന്ന ഘടകങ്ങൾ അവരുടെ അടുത്തുകൂടി പോയിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹജീവികളോട് കാണിക്കുന്ന മനുഷ്യത്വം, പരിഗണന, മാനുഷിക പരിഗണന, അതിനേക്കാൾ വലിയൊരു വിദ്യാഭ്യാസമോ എഡ്യൂക്കേഷനോ പാഠപുസ്തകമോ വിവരമോ ഒന്നും തന്നെ ഇല്ല എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ ഒരു ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിലൂടെ എന്ത് സാമൂഹിക മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് സോഷ്യൽ മെസ്സേജാണ് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ആദ്യ കാലഘട്ടങ്ങളിൽ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 5 ആ ഒരു സീസൺ എന്നെ വല്ലാതെ ഈ ഒരു ഗെയിം ഷോയിലേക്ക് ആകർഷിച്ചു എന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 5 നാദിറ മെഹറിൻ്റെ നാദിറയുടെ ജീവിതം മാറ്റിമറിച്ചത് ഈ ഒരു ഷോയാണ്. നാദിറയുടെ മാത്രമല്ല, മറ്റൊരുപാട് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതത്തിലും പല നാഴികക്കല്ലായി മാറിയ ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ്. അതിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 നാദിറ മെഹറിൻ താൻ ഈ ഗെയിം ഷോയിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ മാതാപിതാക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ഈ സമൂഹം പോലും ഒറ്റപ്പെടുത്തിയ, സമൂഹം പോലും മാറ്റി നിർത്തിയ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു, ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഈ പറഞ്ഞ നാദിറ മെഹറിൻ. എന്നാൽ താൻ ഈ ഷോയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു സമൂഹം മുഴുവൻ, അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളും തൻ്റെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഉൾക്കൊണ്ടു, തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്തു. താൻ എന്താണ്, തൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, തൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഈ ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നൊരു വിസ്മയം തന്നെയാണ്. ഒരിക്കലും നാദിറയുടെ സ്വപ്നത്തിൽ പോലും നാദിറ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു തൻ്റെ മാതാപിതാക്കൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് തനിക്ക് കണി കാണാൻ പോലും പറ്റാത്തൊരു സ്വപ്നമാണ് എന്നത് നാദിറ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഷോയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു സമൂഹം മുഴുവൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഒരു കുടുംബം മുഴുവൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കുടുംബത്തിലുണ്ടായ, ഒരു സമൂഹത്തിലുണ്ടായ സാമൂഹിക മാറ്റത്തിൻ്റെ റിസൾട്ടാണ് നാദിറ മെഹറിൻ്റെ ജീവിതം. അതുതന്നെയാണ് എനിക്ക് ഈ ഒരു ഷോയോടുള്ള മതിപ്പ് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റനേകം കാരണങ്ങളുണ്ട്, അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് നാദിറയുടെ ഈ ഒരു ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ എന്താണ് എന്നത് കൂടുതൽ അറിയാനായി പിന്നീടുള്ള ഓരോ സീസണുകളും ഞാൻ സ്ഥിരമായി കാണാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ആതിര നൂറ ലെസ്ബിയൻ കപ്പിൾസ് ഇവരെ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം അതിലെ പറ്റിയും നൂറയെ പറ്റിയും പേഴ്സണലി യാതൊന്നും അറിയാതിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരാരാണ് എന്ന് പോലും അറിയാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവരുടെ ജീവിതം, ഇവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല എന്ന് പലരും അവിടെ ആക്ഷേപിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷേ അവർ യാതൊന്നും സംസാരിച്ചില്ലെങ്കിലും അവരുടെ ജീവിതം തന്നെയാണ് അവർക്ക് ഈ സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു സോഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്. അവരുടെ മാതാപിതാക്കളും വീട്ടുകാരും ഒക്കെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. പക്ഷേ അവരിപ്പോഴും ആ ഒരു പുരോഗമന രീതിയിലേക്ക്, ആ ഒരു പ്രോഗ്രസീവ് തോട്ട്സിലേക്ക് എത്താൻ അവർക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ ഈ ഒരു ഷോയിലേക്ക് വന്നിരിക്കുന്നത്. തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ഈ ഒരു ഷോയിലൂടെ വിളിച്ചു പറയുക. പക്ഷേ അതേ ഷോയിലെ ഒരു കണ്ടസ്റ്റൻ്റ് തൻ്റെ ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട്, തൻ്റെ ടോക്സിക് തോട്ട്സുമായിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ, ഇത്രയും ഓഡിയൻസ് കാണുന്നൊരു ഷോയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്, പാഴ് ജന്മങ്ങളാണ്, അധ്വാനിച്ച് ജീവിക്കുന്നവരല്ല എന്നതൊക്കെ. എന്നാൽ നമ്മളൊക്കെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്നത് ദൈവമൊന്നുമല്ല, എന്നാലും ഇത്രയധികം ലോക മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന ഒരു താരരാജാവ് അല്ലെങ്കിൽ ഒരു ഇതിഹാസ നായകൻ തൻ്റെ വീട്ടിലേക്ക് ഇവരെ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെ എന്ന് പറഞ്ഞവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റുമല്ലോ, ഞാനവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആദിലയും നൂറയും സത്യത്തിൽ ഭാഗ്യം ചെയ്ത രണ്ട് വ്യക്തികളാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം അവരിന്നലെ പറഞ്ഞ ഓരോ വാലിഡ് പോയിൻറ്റ്സും, ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്കത് ഡൈജസ്റ്റഡ് ആവുന്ന ഒരു കാര്യങ്ങളല്ല. അതായത് ലക്ഷ്മിയുടെ മകൻ കാണുന്ന ഷോയാണിത്, തൻ്റെ അമ്മ കാണുന്ന ഷോയാണിത്. മകൻ ഇൻഫ്ലുവൻസ്ഡ് ആകും, മകൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് വ്യക്തികൾ ഇൻഫ്ലുവൻസ്ഡ് ആകും എന്ന് പറയുമ്പോഴും ആദിൽ പറയുന്ന ചില കാര്യങ്ങളുടെ ഇതൊരിക്കലും ജെനറ്റിക്കലി ഉണ്ടാവുന്ന കാര്യങ്ങളല്ല.
അതായത് നമുക്ക് ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ താൻ എന്താണ്, തൻ്റെ സത്വം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവ്, അതിൽ നിന്നും തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവർ പുറത്തേക്ക് വരികയാണ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ആരും ആരെ കണ്ടും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതല്ല. ഈ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പറയാൻ അവർ വീട്ടുകാരെയോ നാട്ടുകാരെയോ അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളെയോ ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആവുകയല്ല. അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ ചതിക്കാനോ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കാനോ നിൽക്കാതെ അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ആദിലും നൂറയും തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഹൈക്കോടതി വരെ പോയ 2 വ്യക്തികളാണ്. അവർക്ക് ആ ഒരു സത്വം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും കോടതി വരെ പോയി കോടതിയുടെ ഓർഡർ വരെ വാങ്ങിച്ച് ഈ സമൂഹം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം ലക്ഷ്മിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഈ ഷോ വിട്ട് ഇറങ്ങിപ്പോവാനാണ് ഷോയുടെ ഹോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു പേഴ്സണൽ തിങ്സും പേഴ്സണൽ തോട്ട്സും പേഴ്സണൽ ചോയ്സുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ പ്രോഗ്രസീവ് തോട്ട്സ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യവുമായി വന്ന ഒരു ഷോയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പേഴ്സണൽ തിങ്സോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ തോട്ട്സോ ഒന്നും ഛർദ്ദിക്കുക എന്നുള്ളതല്ല ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആധികാരികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവർ സമൂഹത്തിലേക്ക് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളമാരാണ്, ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരായാലും LGBT കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഇപ്പോഴും അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ 2025 കാലഘട്ടത്തിൽ യുവതലമുറയ്ക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി എന്താണ്, ഇങ്ങനെയുള്ള ആളുകൾ എന്താണ്, ഇവരുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് ഒരു പരിധിവരെ മനസ്സിലാക്കാനും തിരിച്ചറിവുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വാസ്തവം തന്നെയാണ്. നമുക്കൊക്കെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാഴ്ചപ്പാടുകളും നിലപാടുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ പേഴ്സണൽ കാഴ്ചപ്പാടുകളും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കണം. UK മാർക്കറ്റിംഗ് ഫേമിലേക്ക് ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ലക്ഷ്മിയുടെ ഈ ഒരു തോട്ട്സ് അതെവിടെയും എത്തിയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സഹതാപമാണ് തോന്നുന്നത്. കാരണം തനിക്ക് ആവശ്യത്തിലധികം വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ വിവേകമോ അല്ലെങ്കിൽ എവിടെ എന്ത് പറയണമോ ഹ്യൂമാനിറ്റി എന്ന ഘടകം അത് തൻ്റെ മനസ്സിലോ ജീവിതത്തിലോ തെല്ല് പോലും ഇല്ല എന്നത് ലക്ഷ്മി വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാലേട്ടന് മുൻപിൽ പോലും എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പാണ്. ഒരു ഷോയിൽ നിന്നുകൊണ്ട് ആ ഒരു ഷോയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം പോലും മനസ്സിലാക്കാതെ വൈൽഡ് കാർഡായിട്ട് അകത്തേക്ക് കയറിയ ലക്ഷ്മി എന്ത് മെസ്സേജാണ് ഇതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില ആളുകളുടെ അവരുടെ ആ ഒരു വോട്ടിനായി അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിനായിട്ടാണ് ലക്ഷ്മി ഇത്തരത്തിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇപ്പോഴും ഈ 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുള്ളൂ. അല്ലാത്തവരൊക്കെ വേഗം ഹൈ സ്പീഡോടുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇനിയെങ്കിലും ലക്ഷ്മി മനസ്സിലാക്കിയാൽ ലക്ഷ്മിക്ക് വളരെയധികം നന്നായിരിക്കും തൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. എന്തായാലും ആദിലയ്ക്കും നൂറയ്ക്കും ഒരുപാട് ആശംസകൾ. ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് അവരെത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടിച്ചേരുന്നതായിരിക്കും.